മാത്സ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാത്സ്യൂൾ പരിചയപ്പെടുത്തുന്നത് സ്കൂളിൽ നിങ്ങൾ പഠിക്കാത്ത രീതിയിൽ ഈ ബോർഡിൽ കാണുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ആൻസർ മനക്കണക്കായി പറയുന്ന രീതിയാണ്. സ്കൂളിൽ നമ്മൾ ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ 9/5 എന്ന് പറയുമ്പോൾ നിങ്ങൾ 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് ഡെസിമൽ നമ്പർ ഒക്കെയാണ് അതിന്റെ ആൻസർ വരിക. അങ്ങനെയുള്ളത് ഒരു ആവശ്യമില്ലാതെ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5 അതേപോലെ ഇൻറ്റു 9 ഇൻറ്റു 99 999 അതുപോലെ നമ്പറുകളെ കൂട്ടുന്നത് കാര്യമൊക്കെ ഇതൊക്കെ മനസ്സിൽ സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കണക്കിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാത്തമാറ്റിക്സിലെ പുതിയ പുതിയ ട്രിക്കുകൾ സ്വയം അവർ കണ്ടെത്തുന്നതിനും ഇതുപോലുള്ള കാര്യങ്ങൾ സഹായിക്കുമെന്ന് കരുതുകയാണ്. സമയം കളയാതെ ഞാൻ ഇതിന്റെ ഐഡിയയിലേക്ക് കടക്കുകയാണ്. ഒന്നാമത് നോക്കുക, 8 ഹരിക്കണം 5, 8 ഡിവൈഡഡ് ബൈ 5. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 8ന്റെ നേരെ ഡബിൾ എഴുതുക. എത്രയാണ് വരിക? അത് 16. 8ന്റെ ഇരട്ടി 16. എന്നിട്ട് ഒരു ഡെസിമൽ കൊടുത്താൽ അതിന്റെ ആൻസർ ആയി. 8 ഹരിക്കണം 5 1.6. അങ്ങനെയാണെങ്കിൽ 14 ഹരിക്കണം 5 എത്രയായിരിക്കും? 14ന്റെ പകുതി നമുക്ക് എത്ര അറിയാം? 14 നോക്ക്, 14ന്റെ ഇരട്ടി 2 മടങ്ങ്, അത് എത്ര വരിക? 28. എന്നിട്ട് നമ്മളവിടെ ഒരു ഡെസിമൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. അതായത് ആദ്യത്തെ നമ്പറിന്റെ ഇരട്ടി ഡബിൾ എടുത്തിട്ട് 2 ടൈംസ് ഓഫ് ഫസ്റ്റ് നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാ മതി? അവിടെ ഒരു ഡെസിമൽ കൊടുത്താൽ മതി. അപ്പൊ 9 ഹരിക്കണം 5 നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. 9ന്റെ ഇരട്ടി നമുക്ക് കിട്ടുന്നത് 18 ആണ്, ഒരു ഡെസിമൽ. 13 ഹരിക്കണം 5, 13ന്റെ ഇരട്ടി നിങ്ങൾക്കറിയാം 26 ആണ്. എന്നിട്ട് ഒരു ഡെസിമൽ കൊടുത്താൽ അതിന്റെ ആൻസർ ആയി. ഇത് എല്ലാ കുട്ടികളും ഈ ആദ്യത്തെ ഭാഗം മനസ്സിലാക്കിയിട്ടുണ്ടാവും കരുതുകയാണ്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. 8 ഗുണം 5, 8 ഇൻറ്റു 5 നിങ്ങൾക്കറിയാം 40 എന്നറിയാം. എന്നാൽ 36 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പൊ ഇവയ്ക്കെല്ലാം പൊതുവായ ഒരു രൂപമുണ്ട്. 23 ഗുണിക്കണം 5 എന്ന് പറയുമ്പോൾ 5നെ 3 കൊണ്ട് ഗുണിച്ചു, പിന്നെ 5നെ 2 കൊണ്ട് ഗുണിച്ചു, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ എഴുതുക. അതൊന്നും ആവശ്യമില്ല. അതന്നെ നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ആ ട്രിക്ക് ഉപയോഗിച്ചത് അതുപോലുള്ള മറ്റൊരു ട്രിക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നോക്കുക, 8 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 40 ആണെന്ന് അറിയാം. ആ 40 എങ്ങനെയാണ് എടുക്കുന്നത് നോക്കുക. 8ന്റെ നേരെ പകുതി ആദ്യം എഴുതുക 4, അതിനുശേഷം ഒരു 0 കൊടുക്കുക. അപ്പൊ നിങ്ങൾ കരുതും 8 ഇൻറ്റു 5 40 എന്ന് അറിയാലോ. ഞാൻ ഈ അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ എടുത്തത്. അപ്പൊ ഗുണിക്കണം 5 എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പറിന്റെ പകുതി എഴുതുക, ഒരു 0 ചേർക്കുക. അപ്പൊ 36 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 36ന്റെ പകുതി അത് എത്രയാ വരിക? 18. 18 36 ആണല്ലോ. അതിന് ഒരു 0 ചേർത്താൽ 36 ഇൻറ്റു 5. നിങ്ങൾ ഗുണിച്ചു നോക്കുക, നിങ്ങൾക്ക് ഇതേ ആൻസർ കിട്ടും. 7 ഇൻറ്റു 5. ഓക്കെ, 7 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 7ന്റെ പകുതിയാണ് എടുക്കുക. 7ന്റെ പകുതി എത്ര വരിക? 3.5. 3.5 ആണല്ലോ വരിക. അപ്പൊ നിങ്ങൾ ആ പോയിന്റ് അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. ഓക്കെ, പകുതിയിൽ പോയിന്റ് വരുമ്പോൾ പോയിന്റ് ഒഴിവാക്കിയാൽ മതി. പോയിന്റ് വരുന്നില്ലെങ്കിൽ ഒരു 0 കൊടുക്കുക. പകുതി കാണുക, 0 കൊടുക്കുക. പകുതി കാണുമ്പോൾ പോയിന്റ് വന്നാൽ പോയിന്റ് അങ്ങ് ഒഴിവാക്കിയാൽ ആൻസർ ആയി. 7 5 35 അറിയാം. അപ്പൊ 23 ഇൻറ്റു 5, 23ന്റെ പകുതി എത്ര വരിക? 11.5 ആണ് വരിക. അപ്പൊ ആ പോയിന്റ് ഒഴിവാക്കിയാൽ നമുക്ക് ആൻസർ എത്ര കിട്ടി? 115 കിട്ടി. അപ്പൊ ഗുണിക്കണം 5 എന്ന് പറയുമ്പോൾ ഐഡിയ എന്താന്ന് വെച്ചാല് ഇൻറ്റു 5 വരുമ്പോ ഫസ്റ്റ് നമ്പറിന്റെ ഹാഫ് എടുക്കുന്നു, അതിനൊരു 0 ചേർക്കുന്നു. ഈ 0 ചേർക്കുക എന്നാണ് അർത്ഥം. പകുതി എടുത്തിട്ട് 10 കൊണ്ട് ഗുണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇവിടുത്തെ 7ന്റെ പകുതി 3.5 പോയിന്റ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഗുണിക്കുമ്പോൾ ഇപ്പൊ ഇത് രണ്ടും എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം നോക്കൂ കുട്ടികളെ. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാൻ 5 കൊണ്ട് ഹരിക്കുമ്പോ ഡിവൈഡ് ചെയ്യുമ്പോ ഇതിന്റെ ഡബിൾ എടുക്കുന്നു, ഒരു പോയിന്റ് കൊടുക്കുന്നു. അത് ഒറ്റയായാലും ഒറ്റ നമ്പർ ആയാലും ഇരട്ട നമ്പർ ആയാലും സെയിം തന്നെ. എന്നാൽ 5 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ നേരെ പകുതി എടുത്തിട്ട് ഒരു 0 കൊടുക്കും, പകുതി എടുത്തിട്ട് 0 കൊടുക്കും. പകുതി എടുക്കുമ്പോൾ ഡെസിമൽ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെസിമൽ ഒഴിവാക്കിയാൽ മതി. അപ്പൊ അത് കറക്റ്റ് ആയല്ലോ. ഇൻറ്റു 5 ആയി
ഡിവൈഡഡ് ബൈ 5 ആയി. ഇനി 8 ഗുണം 9 അത് നിങ്ങൾക്കറിയാം എത്രയാണ് വരിക. അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് പറയുന്നത്. 8 ഗുണം 9, 8ന്റെ നേരെ താഴെയുള്ള നമ്പർ എത്ര വരിക? 7. 8ന് തൊട്ട് മുമ്പ് ഉണ്ടാവുന്നത് 7 ആണ്, 7 ആണ്. 7 കിട്ടിക്കഴിഞ്ഞാൽ ഈ 7ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 9 കിട്ടും നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ 9ൽ നിന്ന് 7 കുറച്ചാൽ മതി. നമുക്ക് ഉത്തരം 2. അപ്പൊ 8 × 9 72. നീ മനസ്സിലായിട്ട് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞുതരാം. 6 × 9, 6ന്റെ തൊട്ട് താഴെയുള്ള നമ്പർ 5. ഇനി 9ൽ നിന്ന് 5 കുറക്ക്, അത് നമുക്ക് എത്ര കിട്ടും? 4. അപ്പൊ 6 × 9 54. അപ്പൊ 9 × 9 നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. 9ന്റെ തൊട്ട് താഴെ 8, 9ൽ 8 പോയാൽ 1. കറക്റ്റ്. 7 × 9, 7ന്റെ തൊട്ട് താഴെ 6, 9ൽ 6 പോയാൽ 3. കറക്റ്റ്. അപ്പൊ തൊട്ട് താഴെയുള്ള നമ്പർ എഴുതുന്നു. 9 കുറച്ചിട്ട് ആ നമ്പർ എഴുതി കഴിയുമ്പോൾ അത് രണ്ടും ചേർന്നത് അതിന്റെ ആൻസർ ആയി. അപ്പൊ 9ന്റെ വളരെ എളുപ്പത്തില് നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾക്ക് എളുപ്പത്തിലായിരിക്കും. പഠിച്ച കുട്ടികൾക്ക് എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെ ഒരു ഐഡിയ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ക്ലാസ് സഹായിക്കുമെന്ന് കരുതുകയാണ്. അപ്പൊ മൂന്നാമത്തതും ഞാൻ അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി 26 × 99. അപ്പൊ ഇവിടെ 9 വരുമ്പോ എന്താ സംഭവിച്ചേ? ഇതിന് നേരെ താഴെയുള്ള നമ്പർ എഴുതി എന്നിട്ട് കുറച്ച് എഴുതി. അതേ ഐഡിയ നമുക്ക് ഇവിടെ ഉപയോഗിക്കുക. 26ന്റെ തൊട്ട് താഴെ എത്ര വരിക? 25 വരും. അപ്പൊ 25, അപ്പൊ ഇവിടെ 99 ഉണ്ട് അല്ലെ. അപ്പൊ ഈ 99ന് 25 കുറച്ചാൽ മതി. അപ്പൊ 9ന് 2 കുറച്ചാല് നമുക്ക് കിട്ടും 7. 9ൽ നിന്ന് 5 കുറച്ചാൽ കിട്ടും 4. അതായത് 99ൽ നിന്ന് 25 കുറച്ചിട്ട് എഴുതുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4, 7. കറക്റ്റ്. ആ നമ്പർ ഇവിടെ ചേർത്ത് എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ 74 × 99 എത്രയും? 74 താഴെ വരുന്നത് 73. 9 7 പോയാൽ 2, 9 3 പോയാൽ 6. നിങ്ങൾ ഗുണിച്ച് നോക്കുക, നിങ്ങൾക്ക് അതേ ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 3, 4, 7 തൊട്ട് താഴെയുള്ള നമ്പർ. 9 3 പോയാൽ കുറച്ചാൽ 6, 9 4 കുറച്ചാൽ 5, 9 7 കുറച്ചാൽ 2. കറക്റ്റ്. അപ്പൊ ഇവിടെയും ഈക്വൽ നമ്പർ ആയിട്ട് വരുമ്പോ നമുക്ക് 99 ആയാലും കുഴപ്പമില്ല, 999 ആയാലും കുഴപ്പമില്ല. നമുക്ക് ഇതേമാതിരി എഴുതാം. തൊട്ട് താഴെയുള്ള നമ്പർ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ആദ്യത്തെ നമ്പറിന്റെ കണ്ടുപിടിക്കുന്ന അതേ രീതി തന്നെ ഈ രണ്ടാമത്തെ ഇതിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൂട്ടുകാരുമായിട്ട് ഇത് ഷെയർ ചെയ്യാം. ഇഷ്ടമായാലും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ. ഇത് നോക്കൂ, ഈ നമ്പറിന്റെ പ്രത്യേകത നോക്കൂ. 74 47 രണ്ടും കൂടെ കൂട്ടുകയാണ്. 48 84. എന്താ പ്രത്യേകത? രണ്ട് നമ്പറുകള് ഈ നമ്പർ തന്നെ തിരിച്ചെഴുതിയാണ്, റിവേഴ്സ് ഓർഡറിൽ എഴുതിയാണ് മറ്റേ നമ്പർ. അത് രണ്ടും കൂട്ടാൻ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് രണ്ടും കൂട്ടിയിട്ട് ആദ്യം എഴുതുക. 7 4 എത്ര വരിക? 11. 7 4 11. ഇനി 1 1 കൂട്ടിയിട്ട് നടുക്ക് എഴുതിയാൽ അതിന്റെ ആൻസർ ആയി. 7 4 കൂട്ടിയ 11. അതിന്റെ ഇടയിൽ ആ 1 1 കൂട്ടിയിട്ട് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ 48 84 എത്രയായിരിക്കും? 48. 4 8 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. 12 കിട്ടും. 1 2 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 3. അപ്പൊ അതിന്റെ ആൻസർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ കഴിയും. കൂട്ടി നോക്കുക. എന്നിട്ട് ആ കിട്ടുന്ന നമ്പർ എന്ത് ചെയ്യാം? അതിന്റെ അപ്പുറം ഇപ്പുറം എഴുതാം. 9 5 കൂട്ടിയാൽ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടുമല്ലോ. അത് രണ്ടും കൂട്ടിയിട്ട് നടുക്ക് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നമുക്കായി. ഓക്കെ. ഈ 5 ടൈപ്പ് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി വരാൻ പോകുന്ന വെക്കേഷനിലും സ്കൂളിലൊക്കെ എത്തുമ്പോൾ മറ്റു കൂട്ടുകാർക്കും ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അവരെയും മാത്സ് ചാനൽ കാണാൻ വേണ്ടിയിട്ട് അവരെയും ക്ഷണിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയ ട്രിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.